നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വല്ലച്ചിറ മൃഗാശുപത്രി വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് ചൊവ്വൂർ ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ മൃഗാശുപത്രി വഴി നടപ്പിലാക്കുന്ന കറവ പശുക്കൾക്ക് ധാതു ലവണ വിതരണം, മൃഗാശുപത്രിയിലേക്ക് കൗ ലിഫ്റ്റൽ കൈമാറൽ, വനിതകൾക്ക് പശു വളർത്തൽ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. വല്ലച്ചിറ മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വനജ ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ശങ്കരനാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS നിഷ, മദനമോഹനൻ, രവീന്ദ്രനാഥ്, KV പ്രിയ, ബെന്നി തെക്കിനിയത്ത്, സുബ്രഹ്മണ്യൻ, വെറ്ററിനറി സർജൻ ഡോക്ടർ ശിവദാസ്, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ഗോപി തൊട്ടിപ്പറമ്പിൽ, രത്നവല്ലി ചാക്കോത്ത്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ 100 ഗുണഭോക്താക്കൾക്ക് ധാതുലവണം വിതരണം ചെയ്തു. 8 പേർക്ക് കറവ പശുവിന് നൽകി. വീണുകിടക്കുന്ന പശുക്കളെ എഴുന്നേൽപ്പിക്കുന്നതിനുള്ള കൗ ലിഫ്റ്റർ മൃഗാശുപത്രിയിലേക്ക് കൈമാറുകയും ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളാണ്, സ്ത്രീകളാണ് യുദ്ധത്തിന്റെ കെടുതികളുടെ ആദ്യത്തെ ഗാസയിൽ അതിന് മുമ്പ് യുദ്ധം നടക്കുന്നുണ്ട്. വേറെ പ്രദേശങ്ങളിലൊക്കെ റഷ്യ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഗാസയിൽ യുദ്ധം നടത്തുന്നു. മണിപ്പൂരിൽ വേറെ രീതിയിലുള്ള ദുരിതങ്ങളെ കുറിച്ച് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും വയോജനങ്ങളും. ആ ദുരിതം ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണോ? അല്ല. അത് വലിയ പ്രശ്നങ്ങളാണ്. ഭൂമിയുടെ പരിഷ്കൃതമായ ഒരു മനുഷ്യകുലത്തിന്, മനുഷ്യരുടെ നമ്മുടെ ബുദ്ധിയുടെ വികാസങ്ങൾ ഇങ്ങനെ ഓരോ നിമിഷത്തോറും വികസിപ്പിക്കുകയാണ്. ആധുനിക ധാരാളം ടെക്നോളജി നമ്മുടെ സമൂഹത്തിൽ വരികയാണ്. നമ്മൾ കാണാത്ത രീതിയിൽ നിമിഷ നേരം കൊണ്ടാണ് നമ്മുടെ ടെക്നോളജിയിൽ വ്യതിയാനം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്ത് നമ്മളിപ്പോ വലിയ ചടങ്ങിൽ 80 വയസ്സ് പിന്നിട്ട അംഗങ്ങളെ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സന്നദ്ധരായ അംഗങ്ങൾ നേത്രദാന സമ്മതപത്രം തൃശൂർ മെഡിക്കൽ കോളേജ് ഐ ബാങ്ക് കൌൺസിലർ വിജിക്ക് കൈമാറി. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ്, ജില്ലാ കമ്മിറ്റി അംഗം MR കാളിക്കുട്ടി, ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ, PK ലാൽ, KK അംബിക ടീച്ചർ, ജയന്തി, NK സഹദേവൻ, EP ദേവസി, ഗ്രേസി ജോൺസൺ, സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ, KK ശങ്കരൻ എന്നിവർ സംസാരിച്ചു. KSSPU ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K രാമകൃഷ്ണൻ വരണാധികാരിയായി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് ചൊവ്വൂർ ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ₹65 ലക്ഷം ചെലവാക്കിയിട്ടാണ് നമ്മൾ മനോഹരമായൊരു ബിൽഡിംഗ് നമ്മളിവിടെ പൂർത്തീകരിച്ചത്. എസ്റ്റിമേറ്റ് സംഖ്യയേക്കാൾ കുറഞ്ഞ സംഖ്യയ്ക്കാണ് നമ്മളിവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ഈ നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. എല്ലാ പിന്തുണയും ശക്തിയും നമുക്ക് ഈ ബാങ്കിനും ഈ പ്രദേശത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. ആ നല്ല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഭാവിയിലും നമുക്ക് എല്ലാവിധ പിന്തുണയും ഈ ബാങ്കിനെ ശക്തിപ്പെടുത്താൻ എല്ലാവിധ സഹായങ്ങളും വേണമെന്ന് ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്.
വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, ഡയറക്ടർമാരായ AS ഉണ്ണികൃഷ്ണൻ, PJ എഡിസൺ, ഷാജി കള്ളിയത്ത്, സണ്ണി ചാക്കോ, KK രാമൻ, അബ്ദുൽ മജീദ്, C അനിത, ലത സുരേന്ദ്രൻ, റീജ ജോണി, ചേർപ്പ് പഞ്ചായത്ത് അംഗം ജോസ് ചാക്കേരി, സിജോ ജോർജ്, സെക്രട്ടറി MS രേഖ എന്നിവർ സംസാരിച്ചു. ചൗക്കാരുടെ ചിരക്കാല സ്വപ്നമായിരുന്നു നല്ലൊരു ശാഖ, നല്ലൊരു ബാങ്ക്, ശീതീകരിച്ച നല്ലൊരു ബാങ്ക്. അതിന്ന് സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുകയാണ്. അതിന് പ്രത്യേകം കഴിഞ്ഞ 2016 ഇതിനുള്ള സാങ്ഷൻ മേടിച്ചിരുന്നാലും 2024 അത് സാക്ഷാത്കരിച്ചു. അതിന് പ്രത്യേകമായിട്ട് ഇപ്പോഴത്തെ ഭരണസമിതിയോട് പ്രത്യേകം പറയുന്നു. പിന്നെ നമ്മുടെ പ്രിയങ്ക സെക്രട്ടറിയാണ് ചൂർ ബ്രാഞ്ചിൽ കുറേ കാലം ഇരുന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് സെക്രട്ടറി പോസ്റ്റിലേക്ക് പോയിട്ട് ഇവിടെ നിന്നാണ്. ഇവിടെ ഇരിക്കുന്ന ജീവനക്കാർക്ക് ഇനി അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിക്കട്ടെ. ചൊവ്വൂർ സ്വദേശിയായ റൂബിൻ ആലപ്പാടൻ ആദ്യ ഡെപ്പോസിറ്റ് കൈമാറി. സ്പേസ് ഓൺ വീൽസ്, വിജ്ഞാൻ ഭാരതി, ISRO എന്നിവയുടെ നേതൃത്വത്തിൽ ചേർപ്പ് CNN സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ വൈസ് ചെയർപേഴ്സൺ NP രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി HM PN സജി അധ്യക്ഷനായി. സ്റ്റാഫ് സെക്രട്ടറി PS റോഷ്, PG ഗോവിന്ദ് എന്നിവർ നേതൃത്വം നൽകി. വിസ്മയകരമായ സ്പേസ് എക്സിബിഷൻ വിദ്യാർത്ഥികളെ അമ്പരപ്പിച്ചു. സ്പേസ് ഓൺ വീൽസ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി CNN വിദ്യാലയങ്ങളിലാണ് ഈ പ്രദർശനം നടക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ചരിത്രവും ആവേശകരമായ നേട്ടവും ഉൾക്കൊള്ളുന്നത് വഴി ചേർപ്പിൽ നിന്നും CNN വിദ്യാലയത്തിൽ നിന്നും ഭാവിയിൽ വലിയ ബഹിരാകാശ ഗവേഷകർ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. റംബുട്ടാൻ, ദുരിയാൻ, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വിദേശ പഴങ്ങളുടെ കൂട്ടത്തിലേക്ക് വിയറ്റ്നാമിൽ നിന്നുള്ള ഗാക് ഫ്രൂട്ട് കൃഷിയിൽ വിജയം കൊയ്ത് കടവിൽ രവി. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വിയറ്റ്നാം ജന്മദേശമായ ഗാക് ഫ്രൂട്ടിൽ നിന്നും ത്വക്ക്, കണ്ണ്, ഹൃദയം എന്നിവയ്ക്കാവശ്യമായ ആന്റിഓക്സിഡുകൾ ലഭിക്കുന്നു. ക്യാൻസറിനെ ചെറുക്കുന്നതിനും ഗാക് ഫ്രൂട്ട് നല്ലതാണെന്നാണ് പറയുന്നത്. ഇലകൾ പച്ചക്കറിയായും ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ പരാഗണം കൃത്രിമമായാണ് നടക്കുന്നത്. ആൺചെടിയിൽ നിന്ന് ആൺപൂവ് ശേഖരിച്ച് പെൺപൂവിൽ പൂമ്പൊടി പേസ്റ്റ് ചെയ്താണ് പരാഗണം നടത്തുന്നത്. ഈ ചെടിയുടെ ഇല മുതൽ കായ് വരെ എല്ലാ ഭാഗങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. നിരവധി ഔഷധ ഗുണമുള്ള ഈ ഫലം സ്വർഗത്തിലെ കനി എന്നാണ് അറിയപ്പെടുന്നത്. വിപണിയിൽ ഈ പഴത്തിന് കിലോഗ്രാമിന് 1500 രൂപയോളമാണ് വില. വർഷങ്ങളുടെ പ്രയത്നത്തിനൊടുവിൽ കനി വിളവെടുത്തതിന്റെ സന്തോഷത്തിലാണ് കടവിൽ രവിയും കുടുംബവും. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, ശങ്കരനാരായണൻ, അംബുജാക്ഷൻ, സെബി പിടിയത്ത്, മനോജ് കടവിൽ, ശ്രീകുമാർ കടവിൽ, ഇന്ദിര എന്നിവരും വിളവെടുപ്പ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാലക്കിൽ സെന്റ് മാത്യൂസ് പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പു തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ തിരുനാൾ കൊടിയേറ്റം നടത്തി. ഫെബ്രുവരി 2, 3, 4, 5 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. ജനറൽ കൺവീനർ TP ജോസിന്റെ നേതൃത്വത്തിൽ വിപുലമായ തിരുനാൾ ആഘോഷ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ചിറക്കൽ ഇഞ്ചമുടി കണ്ണോളി ശ്രീ ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രം. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികളും ക്ഷേത്രം മേൽശാന്തി രാജീവ് ശാന്തിയും ചേർന്ന് പണ്ടാര അടുപ്പിൽ തീ പകർന്നു. തുടർന്ന് പണ്ടാര അടുപ്പിൽ നിന്ന് തെളിയിച്ച തീ മറ്റടുപ്പുകളിലേക്കും പകർന്നു. പ്രസിദ്ധമായ ചിറക്കൽ ഇഞ്ചമുടി കണ്ണോളി ശ്രീ ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ ഇതാദ്യമായാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത്. ക്ഷേത്രത്തിന്റെയും ഭക്തരുടെയും ഉന്നമനത്തിന് പല ഘട്ടങ്ങളിലായി ദേവിയിൽ നിന്ന് ലഭിച്ച സന്ദേശമാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമിടാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു. 200ഓളം പേരാണ് ദേവിക്കായി നടത്തിയ ആദ്യ പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ KK അശോകൻ, KR ദിനേശ്, KP സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 31 ബുധനാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 6:30 തിരുവാതിരക്കളിയും
പരിപാടിയും തുടർന്ന് പ്രദേശവാസികളായ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. താലപ്പൊലി മഹോത്സവ ദിനമായ ഫെബ്രുവരി 1 വൈകിട്ട് 2:30 ചിറക്കൽ സെന്ററിൽ നിന്ന് 3 ആനകളോടെ മച്ചാട് കണ്ണന്റെ മേളത്തോടെ ക്ഷേത്രത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് സഹസ്രനാമാർച്ചന, കേളി, പറ്റ്, തായമ്പക എന്നിവയ്ക്ക് ശേഷം രാത്രി 8:30 വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഊഴം നാടകം അരങ്ങേറും. തുടർന്ന് താലപ്പൊലി എഴുന്നള്ളിപ്പും നടക്കും. അമ്മാടം തൃശൂർക്കാരൻ വീട്ടിൽ ഡോക്ടർ ടി.കെ. പുഷ്കരൻ അന്തരിച്ചു. ആർക്കിയോളജി വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്ന പുഷ്കരൻ നാട്ടറിവ്, പരിസ്ഥിതി, ആർക്കിയോളജി തുടങ്ങിയ വിഷയങ്ങളിലായി 1500ഓളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരവധി നാട്ടുചരിത്ര ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ഉപ്പും ചോറും, നാട്ടുചരിത്രം, തൃശൂർ സാംസ്കാരിക ഗസറ്റിയർ, നിറവ് 2008 എന്നിങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങളുടെ എഡിറ്ററായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള പോലീസ്, എക്സൈസ് അക്കാദമി, സെന്റർ ഫോർ ഫോക്ലോർ അക്കാദമി എന്നിവിടങ്ങളിൽ ഫാക്കൽറ്റിയായിരുന്നു. സാഹിത്യ അക്കാദമി തൃശൂർ, കേരള ഹിസ്റ്റോറിക്കൽ റിസർച്ച് സൊസൈറ്റി, ശ്രീനാരായണ സാഹിത്യ പരിഷത്ത് തൃശൂർ, സർഗസ്വര എന്നിവയിൽ അംഗമായും പ്രവർത്തിച്ചു. കുരംപേച്ച്, അർത്ഥാന്തരങ്ങൾ എന്നീ ഡോക്യുമെന്ററികളുടെ തിരക്കഥാകൃത്തായ ഡോക്ടർ ടി.കെ. പുഷ്കരൻ തൃശൂരിന്റെ കലാസാംസ്കാരിക വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു. കലാസബരി അവാർഡ്, കൃഷ്ണാഞ്ജലി അവാർഡ്, സഹൃദയ അവാർഡ്, മഹാത്മാ ജ്യോതിറാവു ഫുലെ അവാർഡ്, ആഗമാനന്ദ പുരസ്കാരം, അംബേദ്കർ അവാർഡ് എന്നിങ്ങനെ നിരവധി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഹ്യൂമൻ പീസ് സൊസൈറ്റിയുടെ ഹോണററി ഡോക്ടറേറ്റും ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം നടത്തി. ഗീതയാണ് ഭാര്യ. നികിത, നീരജ എന്നിവർ മക്കളാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്രയാർ മേഖലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തുറന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയ്പാൽ ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം അവരുടേതായ സ്വന്തം കാര്യമായിട്ട് മാത്രം നിർത്തിക്കൊണ്ട് സംഘടനയിലേക്ക് അങ്ങനെയുള്ള യാതൊരുവിധ സ്വന്തം താല്പര്യങ്ങൾ വലിച്ചഴിക്കാതെ ഏക മനസ്സോടുകൂടി കേരളത്തിലെ ചെറുകിട ഭക്ഷണ വിതരണ വ്യാപാര മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ്, സൗഹൃദത്തിലൂടെ വളരുന്ന ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. വ്യവസായ യോഗപര സമിതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലവും ധനബലവും ഉള്ളൊരു സംഘടന തന്നെയാണ് നമ്മുടെ സംഘടന എന്ന് പറയാതിരിക്കാൻ സാധിക്കും. മുഖ്യാതിഥികളായ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് R.A. മുഹമ്മദ് പതാക ഉയർത്തി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി VR സുകുമാർ സംഘടനാ സന്ദേശവും നൽകി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറും അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ പ്രേംരാജ് ചൂണ്ടലാത്ത്, ജില്ലാ ട്രഷറർ സുന്ദരൻ നായർ, നാട്ടിക വലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ TP ഹനീഷ് കുമാർ, രമേശ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ദിവ്യ ദിനേശ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് VG ശേഷാദ്രി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KD ജോൺസൺ, തൃപ്രയാർ യൂണിറ്റ് സെക്രട്ടറി അക്ഷയ് S. കൃഷ്ണ, ട്രഷറർ അഹമ്മദ് ബാബു, വർക്കിംഗ് പ്രസിഡന്റ് PA അഷ്റഫ്, PT ഹരിദാസ് എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പാക്കി മാറ്റിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2016 വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും നാളിതുവരെയായി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. 2015 ഉമ്മൻചാണ്ടി മന്ത്രിസഭാ കാലത്ത് MLA ആയിരുന്ന PA മാധവനാണ് വാടാനപ്പള്ളി വില്ലേജ് സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കായി ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു നിലയുടെ നിർമ്മാണവും നടന്നുവരികയാണ്. സബ് രജിസ്ട്രാർ ഓഫീസ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി നിരന്തരം സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസിനായി ഫർണിച്ചർ അടക്കം പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് നിലവിൽ താമസിക്കുന്നത്. ഇതേ തൊഴിലാളികൾ മറ്റിടങ്ങളിലേക്കും പണിക്കായി പോകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. സ്വന്തമായി കെട്ടിടമുള്ള സബ് രജിസ്ട്രാർ സ്ഥലത്തുമായ വാടാനപ്പള്ളിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ കണ്ട ഒരു സവിശേഷത എന്ന് വെച്ചാൽ ഇവിടെ 6 മാസത്തിൽ കൂടുതലായി കരാറുകാരൻ്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട്. കരാറുകാരൻ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി, 2-2.5 മാസമായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ താമസം തുടങ്ങിയിട്ട് 6 മാസത്തിലധികമായിട്ടുണ്ട്. അതിന് തെളിവായിട്ട് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ല് പരിശോധിക്കപ്പെട്ടപ്പോൾ മാസം 2 മാസം കൂടുമ്പോഴുള്ള ബില്ല് 721 781 ഒക്കെ വന്ന ബില്ല് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്റർ ബോർഡിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഇവിടെ താമസക്കാരുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്,
സബ് രജിസ്ട്രാർ ഓഫീസർക്ക് 2 സ്ഥലത്തെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെ അടയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടക്കേണ്ട ഒരു വസ്തുതയാണ്. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ KV സിജിത്ത്, EB ഉണ്ണികൃഷ്ണൻ, AM മുൻഷാർ, RA ഷരീഫ്, പീതാംബരൻ വാലത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർ ചേർന്നാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിലെ നിയമവിരുദ്ധ നടപടികൾ കണ്ടെത്തിയതെന്നാണ് ഇവർ പറയുന്നത്. 2023 ജൂൺ മുതലുള്ള സബ് രജിസ്ട്രാർ ഓഫീസറുടെ പേരിൽ 713 രൂപ മുതൽ 783 വരെയുള്ള വൈദ്യുത ചാർജ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബില്ല് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ മീറ്റർ ബോർഡ് ബോക്സിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതുവരെ തുറന്നു പ്രവർത്തിക്കാത്ത ഓഫീസിന് എങ്ങനെയാണ് വൈദ്യുത ചാർജ് അടയ്ക്കേണ്ടതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കാൻ നൽകിയതെന്നും കരാറുകാരനും പൊതുമരാമത്ത് ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും കരാറുകാരന്റെയും നിയമവിരുദ്ധ നടപടികൾക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. 8 കൊല്ലം മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ച വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ റീത്ത് വച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ സബ് രജിസ്ട്രാർ ഓഫീസർക്ക് പരാതിയും നൽകി. സബ് രജിസ്ട്രാർ ഓഫീസിൽ കരാറുകാരൻ താമസിപ്പിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ നിന്നും ഒഴിവാക്കണമെന്നും സബ് രജിസ്ട്രാർ ഓഫീസ് ഉടൻ ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നും ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC സെക്രട്ടറി CM നൌഷാദ് ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് ശിലാസ്ഥാപനം നടത്തുന്ന ദിവസമാണ് പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. ബഹുമാനായ അന്നത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള PA മാധവനും ഞങ്ങൾ എല്ലാവരെയും സ്ഥലത്ത് വരികയും കല്ലിടൽ ചടങ്ങ് ഔദ്യോഗികമായി നടത്താതെ ഞങ്ങൾ പിരിഞ്ഞു പോവുകയുണ്ടായി. തുടർന്ന് പണി പൂർത്തീകരിച്ച് തിരിച്ചു വന്ന ഇടതുപക്ഷ ജനാധിപത്യയുടെ ഗവൺമെന്റും ഈ മണ്ഡലത്തെ പ്രതിനിധി മുരളി പെരുന്നല്ലി MLA-യും 9 വർഷമായി ഒരു ഗവൺമെന്റ് വന്ന് 7.25 വർഷമായി ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു നൽകാത്ത പഞ്ചായത്ത് അധികാരികളും അതിന് നേതൃത്വം വഹിക്കുന്ന CPM ഭരണസമിതിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം ഈ പ്രദേശത്തിന്റെ MLA-യുമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. അവരാണ് ഇത് ആവശ്യമായ സൗകര്യത്തോടെ തുറന്നു കൊടുക്കാൻ മുൻകൈയെടുക്കേണ്ടത്. ഇവിടുത്തെ ഒരു MLA നമുക്ക് നാണക്കേടാണ്. മണലൂക്കാർക്ക് ഇങ്ങനെ MLA ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ CPM പ്രവർത്തകർ മരിച്ചാൽ ലോക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ മരിച്ചവന്റെ രാഷ്ട്രീയം നോക്കി മാത്രം കടന്നു വരുന്നൊരു MLA-ക്ക് മൂത്തുകുടിയിലെ കുട്ടികളെ പോലെയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത്. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KV സിജിത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗിൽസ തിലകൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി AM മുൻഷാർ, AMM നൂറുദ്ദീൻ, VD രഘുനന്ദൻ എന്നിവർ സംസാരിച്ചു. വെങ്ങണിശ്ശേരി പുല്ലുത്തി കുമാരൻ ഭാര്യ പാറുക്കുട്ടി നിര്യാതയായി. 102 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 5780 രൂപ, പവന് 46,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വല്ലച്ചിറ മൃഗാശുപത്രി വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് നോർത്ത് യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് ചൊവ്വൂർ ബ്രാഞ്ചിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ബാങ്ക് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.